സർ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നമുക്കൊരിക്കലും അവസാനിപ്പിക്കാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്നുള്ളത് നമ്മുടെ കുടുംബപരമായി ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഖത്തറിലെ ഒരു സ്ത്രീ, ഒരു അമുസ്ലിം സ്ത്രീയാണ്, അവർ നമ്മുടെ പീസ് റേഡിയോ വീക്ഷിക്കാറുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഒരു എന്താ പറയുക, ഒരു അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശമുണ്ടായിരുന്നു. ഇത്തരം പ്രോഗ്രാമുകൾ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും കേൾക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ശാന്തിയും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് പീസ് റേഡിയോ അംഗങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ആമുഖം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇത് എന്താ അറിയോ, ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു അറിവ്, ഒരു പുതിയതായി വിവാഹം കഴിക്കുന്ന ഒരു ദമ്പതികൾക്ക് ഈ അറിവ് എവിടെ നിന്ന് ലഭിക്കും? ഒന്ന്, അവരുടെ മാതാപിതാക്കളുടെ പരിചയത്തിൽ നിന്ന് അവർ കൊടുക്കണം. പക്ഷെ പൊതുവേ എന്തില്ല, ഈ ഒരു വിവാഹത്തലേന്നോ അങ്ങനെ മാതാപിതാക്കൾ മക്കൾക്ക് നാളെ വിവാഹമാണ്, നാളെ എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ ജീവിതത്തേക്ക് പ്രവേശിക്കുകയാണ്, ഇതിലൊക്കെ ഇന്ന കാര്യങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട് എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കി കൊടുക്കണില്ല. മാത്രമല്ല ജീവിതത്തിലെ ചെറുപ്പകാലത്തുള്ള വിദ്യാഭ്യാസത്തിലും ഇത് വരുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിലോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പല കുട്ടികളും 25, 26, 28 വയസ്സായിട്ട് വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവയർനെസ് കൊടുക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായൊരു കാഴ്ചപ്പാട് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ നമ്മുടെ പീസ് റേഡിയോയിൽ അവരെ സംബന്ധിച്ചിടത്തോളം പല വഴികളുമുണ്ട് ഇതിനറിയാൻ. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഫോണിൽ നേരിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്, പല ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ പ്രശ്നത്തിന് സമാനമായ പ്രശ്നങ്ങളുള്ള ഒട്ടനവധി ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ ചോദിക്കാൻ മടിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ അവർക്കത് കേൾക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും കൂടി പ്രശ്ന പരിഹാരങ്ങളാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് മാത്രമല്ല, അയാളെപ്പോലെയുള്ള അനേകം ആളുകൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ ഇത്തരം പിന്നെ അവരുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ വെളിവാക്കുന്നില്ല, അവരുടെ സ്വകാര്യതകൾ ആരും അറിയണില്ല, അവരാരാന്ന് പോലും ആർക്കും മനസ്സിലാവണില്ല. എന്നാലും അവരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടുന്നു. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, നേരിട്ട് വിളിക്കുമ്പോൾ ഒരു പക്ഷേ അവരാരാണെന്നൊക്കെ ഒരു പക്ഷേ മനസ്സിലായി പോകും. അവർ കാര്യങ്ങൾ പറയുമ്പോൾ അത്ര പോലും മനസ്സിലാവണില്ല എവിടെ. അധികം ആളുകളും വളരെ കോൺഫിഡൻഷ്യലായി രഹസ്യമായി ആരും അറിയാതെ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ്. കാരണം ഭർത്താവിനെ കുറിച്ചല്ലേ. അപ്പോൾ ആ ഭർത്താവ് പോലും ഞാനൊരു പരാതി പറഞ്ഞു എന്ന് അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് അഭിമാന പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, റേഡിയോ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. അവർ ഒരു പൊതുവായൊരു കാര്യം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു, നമ്മളതിന് മറുപടി പറയുന്നു, അത് അവർക്ക് ഉപകാരപ്പെടും, ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകളോട് റേഡിയോയോട് ചോദിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന പരിഹാരങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ശ്രോതാക്കൾക്കും റേഡിയോക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. കാരണം പ്രയാസങ്ങളുള്ളവരെ ഇതിലേക്ക് ബന്ധപ്പെടുത്താനും അതിന് പരിഹാരങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇത് സമൂഹത്തിൽ എന്ത് ചെയ്യും, ആ സഹോദരി സൂചിപ്പിച്ച മാതിരി വ്യാപകമായി എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കുടുംബങ്ങളിൽ വളരെ വലിയ സമാധാനവും പരിഹാരവും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ. അതെ, തീർച്ചയായും. ഇപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് ഇതൊരു നമ്മുടെ ചാനലിൽ റീച്ച് കിട്ടാനല്ല, മറിച്ച് ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു, അതുപോലെ ശ്രോതാക്കളും ചെയ്യാം. ഇപ്പോൾ 95 44 845 840 എന്ന വാട്സപ്പ് നമ്പറിലും റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അത് എല്ലാവർക്കും എത്തിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം.